ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി അടയാണ് ഉണ്ടാക്കുന്നത്. ആ അടയ്ക്ക് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ചാൽ ഞാൻ അട ഉണ്ടാക്കുന്നത് മാങ്ങ വെച്ചിട്ടാണ് അട ഉണ്ടാക്കുന്നത്. മാങ്ങ വെച്ചിട്ട് ഇപ്പൊ നമുക്ക് മാങ്ങയുടെ സീസൺ ആണല്ലോ. ഞാൻ മാങ്ങ വെച്ചിട്ടാണ് അട ഉണ്ടാക്കുന്നത്. ഞാൻ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ അട ഉണ്ടാക്കാനുള്ള സാധനങ്ങള് നമ്മൾ മാങ്ങ വെച്ചിട്ടാണ് അട ഉണ്ടാക്കുന്നത്. ഞാൻ മാങ്ങ ഒരു 3 മാങ്ങ എടുത്തിട്ടുണ്ട്. പഴുത്ത മാങ്ങ അതേപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയും അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇത്രയും ഇതിലേക്ക് എത്ര കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ടിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. പിന്നെ നാളികേരം ചിരകിയത് ഞാനൊരു ചെറിയൊരു മുറി നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ശർക്കര പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ശർക്കര അച്ചു വേണമെങ്കിൽ അതെടുക്കാം. ഞാനിവിടെ കല്ലില്ലാത്ത കരടൊന്നും ഇല്ലാത്ത ശർക്കര പൊടിയാണ് വെച്ചിരിക്കുന്നത്. അതെടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതാണിത്. പിന്നെ ഉപ്പ് വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. ഇത് നമുക്ക് ഉണ്ടാക്കാനൊക്കെ നോക്കിയാലോ. നമ്മൾ ഈ പൂണ്ട് വെച്ചിട്ടുള്ള മാങ്ങ ഉണ്ടല്ലോ, ഈ മാങ്ങ നമുക്ക് ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി ഒന്നിങ്ങോട്ട് അടിച്ചു കൊണ്ടുവരാം. നന്നായി അടിച്ചു കൊണ്ടുവരാം. ഞാനിവിടെ ഈ മാങ്ങ നന്നായിട്ട് അടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പാത്രത്തിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തു. ഇനി നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുഴച്ച് നോക്കാട്ടോ. അതിലേക്ക് പാകത്തിന് നമുക്ക് ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇങ്ങോട്ട് കുഴച്ചെടുക്കാം. ഇതേപോലെ നോക്കിയിട്ട് വേണം കുഴച്ചെടുക്കാട്ടോ. നമുക്ക് വേണ്ടത് നോക്കിയിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഉണ്ട് നല്ല മഞ്ഞ കളറുണ്ട് മാങ്ങേന്റെ. നമുക്ക് ഇങ്ങനെ കുഴച്ചതിന് ശേഷം പരത്തിയിട്ട് ശർക്കരയും നാളികേരം മേലെ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഞാനിതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ ഇലയിൽ വെച്ചിട്ട് പരത്തുകയാണ് ചെയ്യണം കേട്ടോ. മറ്റിച്ചില വേണമെന്നുണ്ടെങ്കിൽ മറ്റിച്ചില ചെയ്യാം കേട്ടോ. ഞാനിനി ഇതിലേക്ക് ഈ നാളികേരം ഇട്ട് കൊടുക്കട്ടെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പൊടിയിട്ട് കുഴയ്ക്കാം. ഇത്രയും നാളികേരം ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ ശർക്കര പൊടി. പിന്നെ മാങ്ങയ്ക്ക് നല്ല കുറച്ചൊരു മധുരം ഉണ്ടല്ലോ, അതിനനുസരിച്ച് നമ്മൾ ഇട്ടാൽ മതി. ഇത്രയും പൊടി ഇട്ടിട്ട് ശർക്കരയുടെ പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടി നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതാണ് ഈ അരിപ്പൊടി ഇടുന്നിടത്ത് നോക്കി ഇടണം കേട്ടോ. ഈ അരിപ്പൊടിക്ക് പകരം നമുക്ക് ഗോതമ്പപ്പൊടി വേണമെങ്കിൽ ഗോതമ്പപ്പൊടി ഇടാം. കണ്ടോ, ഇതേപോലെ ഇങ്ങോട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്ക് പരത്തി കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഈ ഏലക്കായുടെ പൊടിയും കൂടി കണ്ട് ഇട്ട് കൊടുക്കാം. ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി കണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് ഒന്നും കൂടി ഇട്ട് കുഴച്ച് വെക്കാം. ഞാൻ ഈ ഇല നന്നായിട്ട് വാട്ടി കൊണ്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് പരത്തി കൊടുക്കാം. എന്തിനാ വേഗം ഒന്നും നമുക്കിവിടെ പോന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചിലത് ഒരു പിടുത്തം പിടിക്കണ്ടല്ലോ. അത് കാരണമാണ് ഞാനിവിടെ നെയ്യാണ് കുറച്ച് പരത്തി കൊടുക്കുന്നത്. നമുക്ക് നെയ്യ് എടുത്തിട്ട് കുറേശ്ശെ അങ്ങനെ ഇവിടെ ഇങ്ങനെ പരത്തി കൊടുക്കാല്ലേ. അമ്പില്
കണ്ടില്ലേ? എല്ലാറ്റിലും ഇങ്ങനെ പരത്തി കൊടുക്കട്ടെ ഞാൻ നീട്ടാ. ഞാനിതിൽ നെയ്യ് നന്നായിട്ടൊന്ന് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാട്ടോ. അങ്ങനെ വേണമെങ്കിൽ പരത്താം. ഞാനിപ്പോൾ ഇങ്ങനെ പരത്തല്ല, ഇങ്ങനെ വെച്ചതിൻ്റെ ശേഷം നമുക്ക് അസലായിട്ടൊന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ട് ഒന്ന് നേരെ ഇങ്ങോട്ട് കൊണ്ട് മടക്കി കൊടുക്കുക. കണ്ടില്ലേ? എന്നിട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും മടക്കാം, ഇങ്ങനെയുണ്ട് മടക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ വെക്കാം. എല്ലാം കൂടി ഒരുമിച്ചിട്ട് നമുക്ക് വെക്കാം. ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇത്രയും മാവ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്നും ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ നമ്മളവിടെ അമർത്തുമ്പോ അങ്ങോട്ട് പരന്നോളൂ. കണ്ടില്ലേ? അപ്പൊ പരത്തണ്ട അത് വരുന്നില്ല. അതല്ലെങ്കിൽ പരത്തണമെങ്കിൽ പരത്തും ചെയ്യാട്ടോ. ഇതേപോലെ ഞാൻ എല്ലാതും ഇങ്ങനെ ആക്കി വെക്കട്ടെ. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ഇഡ്ഡലി പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ തട്ട് കൂടിയിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട്. അത് നല്ല ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ അടകളുണ്ടല്ലോ, അത് ഓരോന്നോരോന്ന് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇതിങ്ങോട്ട് വെന്ത് വരട്ടെ. നമുക്ക് അങ്ങോട്ട് അടച്ചു വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 20 മിനിറ്റ് കട്ടി ഞാനങ്ങനെ വേവിച്ചിട്ടുണ്ട്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ഓഫാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങ വെച്ചിട്ടുള്ള അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. പിന്നെ മാങ്ങ ഉണ്ടാവുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. എന്താ വെച്ചാല് മാങ്ങയുടെ ആ ടേസ്റ്റും പിന്നെ എന്താ പറയാ ഏലക്കായുടെ ആ ഒരു മണവും എല്ലാം കൂടി ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ മാങ്ങ അടയ്ക്ക്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.